നമസ്കാരം. ഇന്ന് ഞാൻ വീഡിയോകൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഞാൻ അതുപോലെ തന്നെ വായിക്കാം. സാർ, എനിക്ക് പരിചയമുള്ള ആളല്ല, നമസ്കാരം. അപ്പോൾ അദ്ദേഹം ആരായാലും അദ്ദേഹം ഇനി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമസ്കാരം. താങ്കൾ ആരാണെന്നറിയില്ല, എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മെസ്സേജിൽ പറഞ്ഞു, സാർ താങ്കൾ ആരാണെന്ന്. അപ്പോൾ ഞാൻ ആരെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് തൽക്കാലം ഇതിനകത്ത് പറയുന്നില്ല. കോഴിക്കോട് സ്വദേശിയാണ്. ഒരു EPFൻ്റെ പെൻഷനറാണ്. എന്തായാലും ഞങ്ങളുടെ വേദന എന്ന് പറഞ്ഞാൽ അവരുടെ വേദന, ഞങ്ങൾ അനുഭവിക്കുന്ന നീതികേട് ചുരുങ്ങിയ വാക്കുകളിലൂടെ താങ്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപാട് സന്തോഷം. താങ്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാൾ നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യവും സ്നേഹവും കരുതലും കാരുണ്യവും. താങ്കൾക്കറിയാത്തതോ താങ്കൾക്ക് പറയാത്തതോ ആയ ഒരുപാട് നെറുകേടുകൾ EPFൽ നടക്കുന്നുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ 20 വർഷക്കാലം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത് പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ്. വിരമിക്കുന്ന സമയം ജീവിക്കാൻ അനുസൃതമായ പെൻഷൻ തരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സർക്കാർ ഞങ്ങളെ ഇതിലേക്ക് അംഗങ്ങളാക്കിയത്. എന്നാൽ വിരമിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു സ്വകാര്യ സ്ഥാപനം പോലെ ലജ്ജിച്ചു പോകുന്ന വിധം തരംതാണ കടുത്ത വഞ്ചനയാണ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എന്നെപ്പോലുള്ള തൊഴിലാളികളോട് സർക്കാരുകൾ കാണിച്ചത്. അത് കേന്ദ്രമായാലും കേരളത്തിലായാലും. ഇവിടെ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളിലും EPF ആണുള്ളത്. 2000 രൂപയും 1500 രൂപയും ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇന്ന് രാവിലെ മറ്റൊരാൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു പറഞ്ഞു അദ്ദേഹത്തിന് 750 രൂപയാണ് കിട്ടുന്നത്, മറ്റൊരാളിന് 650 രൂപയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതല്ലേ നല്ലത്? 2000 രൂപ കിട്ടുമല്ലോ, ഇനി അത് കൂട്ടുമെന്നും പറയുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, വാങ്ങുന്നവർക്ക് ഇതുപോലെ ഏതെങ്കിലും പെൻഷൻ വാങ്ങുകയാണെങ്കിൽ അവർ പെൻഷൻ കാർഡ് അടിക്കാൻ പോകുമ്പോൾ EPFൽ പെൻഷനെങ്കിലും കിട്ടുകയാണെങ്കിൽ അവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്, മറ്റത് കിട്ടത്തില്ല. ഒന്നുകിൽ സർക്കാർ EPF പോലുള്ള പെൻഷൻ വാങ്ങുന്നവർക്ക് അത് 10,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി സമ്പൂർണ്ണമായി വാങ്ങാനുള്ള അനുവാദം കൊടുക്കണം. അങ്ങനെയെങ്കിലും കുറേ തുക കിട്ടും. സീനിയർ സിറ്റിസൺസിന് ഒരു തുകയും കിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് എനിക്ക് അയച്ചു തന്ന അദ്ദേഹത്തിന് വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വരുന്നു. എൻ്റെ പെൻഷൻ 910 രൂപയാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ. കഴിഞ്ഞ 10 വർഷമായി 1 രൂപയുടെ വർധന പോലും ഇല്ലാതെ 910 രൂപ തന്നെ വാങ്ങുന്നു. 1 രൂപ പോലും ആരും കൂട്ടിയിട്ടില്ല. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ മിനിമം പെൻഷൻ 1000 ആക്കിയെന്ന് പത്രത്തിൽ കണ്ടു. ഇപ്പോഴും 500ഉം 600ഉം പെൻഷൻ വാങ്ങുന്നവർ ധാരാളമുണ്ട്. ഈ നീതികേട് ഞങ്ങൾ പാവങ്ങൾ പിരിവെടുത്ത് ഹൈക്കോടതിന് മുന്നിൽ അവതരിപ്പിച്ചു. നീണ്ട കാലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട കോടതി വിധിച്ചത് ഇവരുടെ ആവശ്യം ന്യായമാണ്, ഇവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതാണെന്ന്. ഇങ്ങനെ ഒരു വിചിത്രമായ വിധി കണ്ട് കരയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ. അതായത് ഈ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കാൻ കഴിവില്ലാത്ത രാഷ്ട്രീയക്കാരൻ്റെ ചട്ടുകമായി കോടതികളും മാറിയപ്പോൾ ഞങ്ങൾ പെരുവഴിയിലായി. ഇതിൽ സംസ്ഥാന സർക്കാരിനും ഒരു റോളും ഇപ്പോൾ കാണുന്നില്ല. പ്രധാനമന്ത്രി മാത്രമാണ് തീരുമാനമെടുക്കേണ്ടത്. പല ആവർത്തി ജന്തർ മന്ദറിലും രാംലീല മൈതാനിയിലും സമരപരിപാടികൾ നടത്തി പരാജയപ്പെട്ടു. പല MPമാരുടെ നേതൃത്വത്തിൽ പലതവണ നിവേദനങ്ങൾ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും നേരിട്ട് കൊടുത്തെങ്കിലും അത് വാങ്ങിവെച്ച് ഇളിച്ചു കാണിക്കുന്നതല്ലാതെ നാളിതുവരെ ഒരക്ഷരം ഉരിയാടത്ത് ഊമയായ പ്രധാനമന്ത്രി ഉള്ളിടത്തോളം ഒന്നും നടക്കില്ല സാർ എന്ന ബോധ്യത്തിൽ എല്ലാം അവസാനിപ്പിച്ചു ഞങ്ങൾ. വിധിയെ പഴിച്ച് ചത്തു ജീവിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു നിർത്താം. കോടതിയിൽ EPFO പറഞ്ഞത് ഒരു പെരുങ്കള്ളം, പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഫണ്ടില്ല എന്നാണ്. എന്നാൽ 24 ലക്ഷം കോടിയിലധികം സംഖ്യ തൊഴിലാളികൾ സ്വരൂപിച്ച പണം വിവിധ ബാങ്കുകളിൽ നിക്ഷേപമായി ഉണ്ട്. ദേശീയ മാധ്യമങ്ങൾ വ്യക്തമായ കണക്കുകൾ സഹിതം അറിയിച്ചിട്ടും അന്ധത ബാധിച്ച കോടതികളും സർക്കാരും ഇരുട്ടിൽ തപ്പുന്നു എന്നുള്ള വളരെ വേദനയോടുകൂടിയ ഒരു മെസ്സേജാണ്. ശരിക്കും പറഞ്ഞാൽ EPF കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഈ EPF തരേണ്ടത്. അവരാണ് ഈ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിന് EPF വാങ്ങുന്നവർക്ക് മറ്റ് പെൻഷൻ കൂടി വാങ്ങാം എന്നുള്ള, സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങാം, വാർദ്ധക്യകാല പെൻഷൻ വാങ്ങാം, വിധവാ പെൻഷൻ വാങ്ങാം എന്നുള്ള തീരുമാനം കൂടി കൊണ്ടുവരേണ്ടതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ EPFൽ 10,000 രൂപയ്ക്ക് താഴെ വാങ്ങുന്നവർക്ക് മറ്റെന്തെങ്കിലും ഒരു പെൻഷൻ. കാരണം അവർ കേന്ദ്ര സർക്കാരിനെ സേവിച്ചാലും കേരള സർക്കാരിനെ സേവിച്ചാലും കേരള സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെ സേവിച്ചാലും എല്ലാം സേവനം കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി EPF വാങ്ങുന്നവരുടെ കാര്യത്തിൽ ഒരു കണക്കെടുക്കണം. വേണമെങ്കിൽ നമുക്ക് സുഭാഷിതം ചാനൽ തന്നെ മുൻകൈയെടുത്തൊരു EPF വാങ്ങുന്നവരുടെ ഒരു കൂട്ടായ്മ നമുക്ക് വേണമെങ്കിൽ രൂപീകരിക്കാം. നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കൂട്ടായ്മകളും വേണമെങ്കിൽ നമുക്ക് രൂപീകരിക്കാം. ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്, ഒരു അതിജീവനത്തിൻ്റെ വിഷയമാണ്. ഇത് നമുക്ക് ഡൽഹിയിലും എത്തിക്കേണ്ടതുണ്ട്.
ഇംഗ്ലീഷിലുമൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാം. അത് പ്രധാനമന്ത്രിയുടെയും രാജ്യം ഭരിക്കുന്ന എംപിമാരുടെയും MLA-മാരുടെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. ഇപ്പോൾ കേരളത്തിൽ BJP ശക്തമാണ്, കുറേ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അവർ ശക്തമായി രംഗത്തുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള സംസ്ഥാന പ്രസിഡന്റിനും അതുപോലെ തന്നെ BJPയുടെ നേതാക്കൾക്കുമെല്ലാം ഈ വിഷയം എത്തിക്കണം, എല്ലാവരും കൂടി എത്തിക്കണം. ഇത് വളരെ ഗുരുതരമായൊരു സാമൂഹ്യ വിഷയമാണ്. 60-65 വയസ്സായ ആളിന് 650, 700, 800, 1000 രൂപയാണ് പെൻഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. അത് വാങ്ങാൻ ബാങ്കിൽ പോകണമെങ്കിൽ ആട്ടോ പിടിക്കാൻ പോലും 100, 150 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ പെൻഷൻ പറ്റിയിട്ട് വീട്ടിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്നതൊരു വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഇത് വലിയൊരു സാമൂഹ്യ അനീതിയാണ്, നീതി നിഷേധമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് അന്തസ്സായി ജീവിക്കാനുള്ള ഒരു അവസരം കുറച്ചാളുകൾക്ക് നിഷേധിക്കലാണ്. ആർട്ടിക്കിൾ 14 അനുസരിച്ച് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലാതെ തുല്യത വേണമെന്നൊക്കെ പറയുന്നു. ആർട്ടിക്കിൾ 14 മുതൽ 17 വരെയും 21 ഇത് വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. കോടതികളുടെ വിധിയുണ്ടായാൽ പോലും സർക്കാരുകൾ കണ്ണു തുറക്കുന്നില്ല. അതിനിടയ്ക്ക് ഓപ്ഷൻ എന്നും പല രൂപത്തിൽ പറഞ്ഞ് EPF കളിക്കുന്നു. തീർച്ചയായിട്ടും അതിൽ സംസ്ഥാന സർക്കാരുകൾക്കും ഒരു സേയുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കണം. കേന്ദ്ര സർക്കാരിനും വലിയ ഉത്തരവാദിത്തമാണ് ഇതിനകത്തുള്ളത്. എന്തായാലും അത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഇത് കൂട്ടുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പോലുള്ള സർക്കാരുകൾ EPF വാങ്ങുന്നവർക്ക് സ്പെഷ്യൽ അലവൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കാനോ, പ്രത്യേകിച്ച് DA, DR ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേറ്റിൽ സെർവ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് കൂടി കൂടുതൽ ആനുകൂല്യം കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ് അവരുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും, ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കും. ഇപ്പോൾ 8ാം ശമ്പള പരിഷ്കരണം അവിടെ വരുന്നു, ഇവിടെ 12ാം ശമ്പള പരിഷ്കരണം വരുന്നു. ശമ്പള പരിഷ്കരണം വരുമ്പോൾ ഈ വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് ശക്തമായി പറയാനുള്ളത്. EPFകാർക്കും ശമ്പള പരിഷ്കരണം നടത്തിയേ കഴിയൂ. കാരണം അവരും മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. 20, 25, 30 വർഷം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി സേവിച്ചവരാണ്. അവർക്കും ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാനുള്ള അർഹതയുണ്ട്. നിർബന്ധമായും അത് പാലിക്കപ്പെടുവാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട്, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്നുള്ള വളരെ കൃത്യമായ കാര്യം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള EPF വാങ്ങുന്നവർക്ക് കേരള സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വാങ്ങുന്നവർക്ക് കേന്ദ്ര സർക്കാരുമൊക്കെ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതിനുള്ള ശക്തമായ പ്രക്ഷോഭം എല്ലാ ഭാഗത്തു നിന്നും, പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ഉണ്ടാകട്ടെ. കോഴിക്കോടുള്ള എന്നെ ഫോൺ ചെയ്തിട്ടുള്ള ആ സീനിയർ സിറ്റിസൺ എന്നോട് പറഞ്ഞത്, സാർ സാറൊക്കെ വന്നൊരു വലിയ സമ്മേളനമൊക്കെ നടത്തിയാൽ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും പങ്കെടുക്കുന്നത്, അത്രയ്ക്ക് വേദനയുണ്ട് സാർ. ഞാനിപ്പോൾ എങ്ങും വന്ന് സമ്മേളനം നടത്താനൊന്നും പോകുന്നില്ല, പക്ഷേ എങ്കിലും നമുക്കൊന്ന് കൂട്ടായി നമുക്ക് സാമൂഹ്യ സമ്മർദ്ദം കൊണ്ടുവരാം. സമൂഹത്തിൻ്റെ മുന്നിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങളാൽ കഴിയുന്ന കാര്യം സുഭാഷിതം ചാനലും ഉണ്ട്, എന്നും നിങ്ങളോടൊപ്പം.